ശ്രീ ജിൻഡോ ജോൺ ഒരു പക്ഷേ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തകൾ അത് ഈ പറയുന്ന ഡൽഹി മദ്യനയ കേസും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും ഒക്കെയായി ബന്ധപ്പെട്ട് ഈ ശരത് ചന്ദ്ര റെഡ്ഡിയുടെ ക്രയവിക്രയങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രാഷ്ട്രീയ പ്രതിരോധമായോ രാഷ്ട്രീയ ആയുധമായോ ഒക്കെ പ്രതിരോധം അവിടെ നിൽക്കട്ടെ ആയുധമായോ ഒക്കെ പ്രതിപക്ഷത്തിന് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. അവിടെയാണ് ഒരു മുഖ്യമന്ത്രിയുടെ അറസ്റ്റും ഒരു സർക്കാരിന്റെ അനിശ്ചിതാവസ്ഥയും ഒക്കെ കൊണ്ടുവന്ന് വലിയ തോതിൽ BJP വീണ്ടും തങ്ങൾ അജയ്യരാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം. ഈ ശരത് ചന്ദ്ര റെഡ്ഡിയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട് അതിനെ ഒരു തെളിവായി തന്നെ മുന്നോട്ട് വെച്ച് കോടതിയെ സമീപിക്കാം. ഒരു പുതിയ കേസായി ഇലക്ട്രൽ ബോണ്ട് ഒരു വ്യവസ്ഥാപിതമായ എന്തായാലും കോടതി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ ഒരു കാര്യമാണല്ലോ. അതിനു കീഴിൽ വ്യവസ്ഥാപിതമായി അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം. നിങ്ങൾക്കതൊരു രാഷ്ട്രീയ ആയുധമായി ഉയർത്തിക്കൊണ്ടുവരാം. അതിനൊരുമ്പെടാൻ കാലം താമസിച്ചു പോകുമോ ഇനിയും? ഇല്ലല്ലോ മാധു, ഞങ്ങൾ അക്കാര്യത്തിൽ ICC കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കണം, പഠിക്കണം, നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യം അർദ്ധശങ്കയ്ക്കിടയില്ലാതെ കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഞാൻ അതിലേക്ക് വിശദമായിട്ട് വരുന്നതിന് മുമ്പ് CPM-ന്റെ പ്രതിനിധി പറഞ്ഞു കോൺഗ്രസിന് പൗരത്വ നിയമത്തിൽ വ്യക്തമായ നിലപാടില്ല എന്ന്. അരുൺകുമാറെ, ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട്. അത് പാർലമെന്റിൽ ഈ നിയമത്തിൻ്റെ ബില്ല് അവതരിപ്പിച്ച കാലത്തും അതിനുശേഷവും ഇന്ത്യക്ക് പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസ് ശക്തമായും വ്യക്തമായും ഞങ്ങളുടെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട സമരം ചെയ്ത കേസുകളിലെ കേസ് പിൻവലിക്കുന്നത് മാത്രമല്ല നിങ്ങളോട് ഞങ്ങൾക്കുള്ള എതിരഭിപ്രായം. ഈ കഴിഞ്ഞ ദിവസം പോലും സമരം ചെയ്ത കുട്ടികൾക്കെതിരെ നിങ്ങൾ എടുത്തിരിക്കുന്ന കേസ് എന്താ? കലാപാഹ്വാനത്തിനാണ്. കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് എടുത്തിരിക്കുന്ന കേസ്. നരേന്ദ്രമോദിയുടെ കോലം ഞങ്ങൾ കത്തിക്കുമ്പോൾ, നരേന്ദ്രമോദിക്കെതിരെ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ അതെങ്ങനെ കലാപാഹ്വാനമായിട്ട് കേരളത്തിലെ പോലീസിന് തോന്നുന്നത്? ആദ്യം അതിൽ നിങ്ങളൊരു വ്യക്തമായ നിലപാട് പറഞ്ഞിട്ട് വേണം കോൺഗ്രസിനെ വിമർശിക്കാൻ. രണ്ടാമത് താങ്കൾ പറഞ്ഞത് ഓരോ സംസ്ഥാനത്തും ഓരോ നിലപാടാണെന്ന്. നിങ്ങൾക്ക് പശ്ചിമ ബംഗാളിലെ നിലപാട് എന്താ? അവിടെ നിങ്ങൾ കോൺഗ്രസിനോടൊപ്പമാണോ കോൺഗ്രസിനെതിരാണോ? നിങ്ങൾ മറ്റ് രാജസ്ഥാനിലും തമിഴ്നാട്ടിലും നിങ്ങളുടെ നിലപാട് എന്താ? തമിഴ്നാട്ടിലെ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് ജയിക്കണമെങ്കിൽ, മത്സരിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ പടം വേണ്ടേ? നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിനകത്ത് DMK-യുടെ നേതാവ് സ്റ്റാലിൻ്റെ കൂടെ ഞങ്ങളുടെയും പടം വേണ്ടേ? അപ്പോൾ ഓരോ സംസ്ഥാനത്തും ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യത്യസ്ത നിലപാടുണ്ടാകുന്നുണ്ട്. ആ നിലപാടുകളുടെ പുറത്താണ് ഇന്ത്യ മുന്നണി രൂപീകരിക്കപ്പെട്ടത്. ആ സാമാന്യ ബോധം താങ്കൾക്ക് ഉണ്ടാകണം. പിന്നെ ഈ ഡൽഹി മദ്യനയ കേസിൽ അഴിമതി ആരോപണമുണ്ട്, അതിൽ പരാതി ഉണ്ടായിരുന്നു. ആ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. പക്ഷേ അന്വേഷണം നടക്കുമ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം, അത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയിൽ കൊടുത്ത് മണിക്കൂറുകൾക്കകം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന ആ സാഹചര്യത്തിൽ അതിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തെ ഞങ്ങൾ വിമർശിക്കുന്നു. കേജ്രിവാളിനെതിരെയുള്ള മൊഴി പോലും കള്ളമൊഴിയാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. കാരണം മാപ്പുസാക്ഷി മൊഴിയാക്കിയെടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതിനെ സംശയിക്കുന്നു. കേജ്രിവാൾ ഇതിൽ പ്രതിയാണോ അല്ലേ എന്ന് പറയാൻ ഞങ്ങൾക്കറിയില്ല. പക്ഷേ അവിടെ അഴിമതി ആരോപണമുണ്ട്, അത് അന്വേഷിക്കണമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. അതിൽ തെറ്റൊന്നുമില്ല. ഇതേ കേജ്രിവാൾ കോൺഗ്രസിന് 10 വർഷം മുമ്പ് അധികാരത്തിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് രാംലീല മൈതാനിയിൽ സമരം ചെയ്ത ആളാണ്. പക്ഷേ ഈ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം ഓടിയെത്തിയത് രാഹുൽ ഗാന്ധിയാ. ഇവർക്ക് വേണ്ട മുഴുവൻ പിന്തുണയും നിയമ പിന്തുണയും കൊടുക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ എതിർക്കുന്ന ആളുകൾക്ക് കൂടി ഈ രാജ്യത്ത് നിലനിൽക്കാനുള്ള ജനാധിപത്യ അവകാശം ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അടുത്തത് താങ്കൾ പറയുന്നത് ഈ കേജ്രിവാളിന്റെ മദ്യനയ കേസുമായി ബന്ധപ്പെടുത്തി താങ്കൾ കരുവന്നൂരിനെ അങ്ങ് വെള്ളപൂശല്ലേ? കേജ്രിവാളിന്റെ മറവിൽ കരുവന്നൂരിലെ ആ കൊടുവാളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അരിവാളും ഒന്നും അങ്ങോട്ട് മറച്ച് കടത്തണ്ട. കരുവന്നൂരിലെ വിഷയം എന്താ? കരുവന്നൂരിലെ സഹകാരികളെ കൊള്ളയടിച്ച CPM-ന്റെ നേതാക്കന്മാർക്കെതിരെയാണ് അന്വേഷണം. അതിൽ അന്വേഷണം വേണ്ടെന്ന് കരുവന്നൂരിലോ ഇരിഞ്ഞാലക്കുടയിലോ പോയി പ്രസംഗിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങളുടെ തൃശ്ശൂർ ജില്ലയിൽ മത്സരിക്കുന്ന 3 LDF-ന്റെ സ്ഥാനാർത്ഥികൾക്ക് അത് പറയാൻ ധൈര്യമുണ്ടോ? കരുവന്നൂർ വിഷയത്തിൽ അന്വേഷണം വേണ്ട, സഹകാരികൾക്ക് നീതി കൊടുക്കണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അപ്പോൾ ആ വിഷയം ഡൽഹി കേസുമായിട്ട് ഇതിനെ കൂട്ടിക്കെട്ടണ്ട. ഇനി നിങ്ങളുടെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തിനാ കരുവന്നൂരിലെ പ്രതികൾ എന്ന് കേരളം മുഴുവൻ സംസാരിക്കുന്ന AC മൊയ്തീൻ അടക്കമുള്ള ആളുകളെ കണ്ട് സംസാരിച്ചത് ഞാൻ മനസ്സിലാക്കുന്ന 2 ഉറപ്പ് കൊടുക്കാനാ. ഒന്ന്, ED വരില്ല, പേടിക്കണ്ട എന്ന് പറയാനായിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ എങ്ങാനും പിടിച്ച ഞങ്ങളെ ഒറ്റരുത് എന്ന് പറയാനായിരിക്കും. ഈ 2 അഭിപ്രായമായിരിക്കാനോ സാധ്യത. പണ്ട് നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിച്ചുള്ള MV ഗോവിന്ദൻ സഖാക്കളെ നമ്മളെ ഒറ്റരുതെന്ന്, അത് പറയാനായിരിക്കും. ഈ 2-ൽ 1 പറയാനായിരിക്കും. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് MA ബേബി പ്രസംഗിച്ചത്. നരേന്ദ്രമോദിക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ അദ്ദേഹത്തിന്റെ സേവകർക്ക് എന്ത് അഴിമതിയും നടത്താമെന്ന്. അത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള SFIO അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു.
ഇല്ലേ? ED അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു. അതുകൊണ്ടാണ് LDF-നും NDA-ക്കും ഒറ്റ കൺവീനറാണ് EP ജയരാജൻ എന്ന് ഞങ്ങൾ പറയുന്നത്. UDF-ഉം LDF-ഉം തമ്മിലുള്ള മത്സരം. LDF-ന്റെ സഖ്യകക്ഷിയാണ് ഇവിടെ BJP. ഇനി നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങൾ നിങ്ങളെ എതിർക്കുന്നുണ്ട്. നിങ്ങൾ ഈ കൊടകരയിലെ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് സംരക്ഷിക്കുന്ന നിലപാടല്ലായിരുന്നു? കാസർഗോഡ് സുന്ദരയുടെ കേസിൽ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് കേരള പോലീസിന്റെ പ്രോസിക്യൂഷന്റെ ഗവൺമെന്റ് വക്കീലിനോട് ഹാജരാകാതിരുന്നു. അത് കോൺഗ്രസിനോടാണ്. നിങ്ങൾ മാസപ്പടിയുമായി ബന്ധപ്പെട്ട കേസിൽ നിയമസഭയിൽ നിങ്ങൾ ഒത്തുതീർപ്പ് വരുത്തിയതുപോലെ നിങ്ങൾ വലിയ പ്രശ്നമുണ്ടാക്കാതെ അന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് BJP-യുടെ ആരോപണം. അതുപോലെ ദേശീയ അന്വേഷണ ഏജൻസികൾ അരവിന്ദ് കെജ്രിവാളിന്റെ കേസിൽ ഒത്തുതീർപ്പിൽ എത്തണമോ എന്നുള്ളതാണ് BJP ചോദിക്കുന്നത്. ഒന്ന്, കേരളത്തിലെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിന് അദ്ദേഹത്തിന്റെ നിലവാരത്തിനനുസരിച്ച് മറുപടി പറയാൻ ഞാൻ യോഗ്യനാണോ എനിക്കറിയില്ല. പക്ഷേ കേരളത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കിയത് BJP-യാണ്. മാസപ്പടി വിഷയം വർഷങ്ങൾക്ക് മുമ്പ് അറിഞ്ഞ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ SFIയുടെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ്, ROC-യുടെ അന്വേഷണം വരുന്നതിന് മുമ്പ്, ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ, അഴിമതിക്ക് സമാനമായിട്ടുള്ള, കള്ളപ്പണം വെളുപ്പിക്കലിന് സമാനമായിട്ടുള്ള കണ്ടെത്തൽ ഉണ്ടായിട്ട് CBI അന്വേഷണം വന്നില്ല, ED അന്വേഷണം വന്നില്ല എന്നൊക്കെ ഞങ്ങൾ പറയുമ്പോൾ ED അന്വേഷണം തുടങ്ങിയിരുന്നു എന്നുള്ള വസ്തുത കേരളത്തിലെ BJP നേതാക്കന്മാരും CPM നേതാക്കന്മാരും മറച്ചുവെച്ചു. കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തും പുറത്തും ഈ വിഷയം ഉന്നയിച്ച് കോൺഗ്രസ് UDF സമരം ചെയ്തിട്ടുണ്ട്. നിരന്തരം ഈ വിഷയം മാധ്യമങ്ങളുടെ മുമ്പിൽ, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ചർച്ചയാകുന്ന എന്തുകൊണ്ടാണ്? മാത്യു കുഴൽനാടൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ നിരന്തര പോരാട്ടത്തിന്റെ ഭാഗമാണ്. BJP-യുടെ നിലപാടെന്താ? വീണ വിജയനെതിരെ വെട്ടിക്കുറച്ച് പോകുന്ന സമയത്ത് കോൺഗ്രസിനോട് ഒരു എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. അപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് നിൽക്കുകയായിരുന്നു. നിങ്ങൾക്ക് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്ന ആയുധം കയ്യിൽ കിട്ടിയിട്ട് വേണ്ട പുതുപ്പള്ളിക്ക് പോകാം എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് വണ്ടി പിടിച്ചങ്ങ് പോയല്ലോ. വലിയ വിമർശനം ഒന്നും ഉണ്ടായിരുന്നു. ആരോ പറഞ്ഞേ? ഞങ്ങൾ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ സമയത്തും വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിയമസഭയിൽ ഉയർത്തേണ്ട കാര്യം നിയമസഭയിൽ ഉയർത്താതെ രാഷ്ട്രീയമായി മാത്രം വേദി കെട്ടി മാത്രം വിളിച്ചു പറഞ്ഞാൽ മതിയോ ജിൻഡോ? അത് പോരല്ലോ മാധു പറഞ്ഞതിൽ തന്നെ ഒരു കറക്ഷൻ ഉണ്ട്. നിയമസഭയ്ക്കകത്തും ഉയർത്തിയിട്ടുണ്ട്, നിയമസഭയ്ക്ക് പുറത്തും ഉയർത്തിയിട്ടുണ്ട്. BJP-യുടെ നേതാക്കന്മാരാണോ ഇത് നിയമസഭയ്ക്കകത്ത് പറഞ്ഞത്? കോൺഗ്രസ് ആണ് പറഞ്ഞത്. കേരളത്തിലെമ്പാടും സമരം ചെയ്താരാ? കോൺഗ്രസ് ആണ് പറഞ്ഞത്. ഇനി ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. തോമസ് ഐസക്കിന് ED-യുടെ അന്വേഷണത്തിന്റെ നോട്ടീസ് വന്നിട്ട് എത്രയോ പ്രാവശ്യം അദ്ദേഹം ഹാജരാകാതെ നടക്കുന്നു. എന്തുകൊണ്ട് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ആവേശം തോമസ് ഐസക്കിന്റെ കാലത്ത് ഉണ്ടാവാതിരുന്നത്? തോമസ് ഐസക്കിന്റെ കാര്യത്തിൽ ഉണ്ടാവാതിരുന്നത്? കൃത്യമായ രാഷ്ട്രീയ താല്പര്യം ED-ക്കുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന സംഘപരിവാർ മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ഭരിക്കുന്നതെന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക്, മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലേക്ക് അന്വേഷണം വരാത്തത്. BJP-യുടെ പ്രതിനിധി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യം, ഒറ്റ കാര്യം, ഒരു മിനിറ്റ് മതി. BJP-യുടെ പ്രതിനിധി പറയുന്നുണ്ട് അന്വേഷണം തുടങ്ങിയിട്ട് കാലങ്ങളായി, പക്ഷെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോഴാണ് സമയം കിട്ടിയതെന്ന്. ഈ അന്വേഷണം തുടങ്ങിയിട്ട് കാലങ്ങളായിട്ട് എന്തുകൊണ്ടാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഈ സമയം തെരഞ്ഞെടുത്തത്? അത് ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയം തടയാൻ വേണ്ടിയിട്ട്, ആളുകളുടെ മുമ്പിൽ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ED കേസിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് താങ്കൾ മാധുവിന് ക്ലാസ് എടുത്തു. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം UPA സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്ന കേസുകളെക്കാൾ 400 ഇരട്ടി, 400% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അത്രയും വർദ്ധിക്കുന്നുണ്ട്. ആ ED കേസ് ഇനീഷ്യേറ്റ് ചെയ്തതിനു ശേഷം സ്വന്തം പാളയം മാറി ഭരണപക്ഷ നിരയിൽ പോയി സ്വസ്ഥരായവർ ഏറെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം മാധ്യമങ്ങൾ അച്ചടിച്ച് നിരത്തി വെച്ചിട്ടുണ്ട്. അവരുടെ ഫോട്ടോയും വിവരങ്ങളും അടക്കം എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതൊന്നും കാണാതിരിക്കുകയോ കേൾക്കാതിരിക്കുകയോ പറയാതിരിക്കുകയോ ചെയ്യുന്ന വിവരങ്ങളൊന്നും അല്ല ജിൻഡോ. ഇതൊക്കെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ശരി, ഞാൻ